സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനമുടൻ. പേപ്പർ വർക്കുകൾ പൂർത്തിയായാൽ മെയ് 19 മോചനമെന്ന് ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. മെയ് 19 ശിക്ഷാ കാലാവധി അവസാനിക്കും. മെയ് 20 റഹീം നാട്ടിലെത്തുമെന്നാണ് ആക്ഷൻ കൗൺസിൽ പ്രതീക്ഷിക്കുന്നത്. സൗദി ബാലനെ കൊലപ്പെടുത്തിയ കേസിലാണ് അബ്ദുൾ റഹീം അറസ്റ്റിലായത്. 2026 നവംബറിലാണ് സൗദി ബാലൻ അനസ് അൽ ഫായിസിന്റെ കൊലപാതക കേസിൽ അബ്ദുൾ റഹീം അറസ്റ്റിലാകുന്നത്. 2012 വധശിക്ഷ വിധിച്ചത്. പിന്നീട് 1.5 കോടി സൗദി റിയാൽ ദിയാധനം നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ കോടതി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കിയിരുന്നു. മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ ഗവർണറെ കണ്ട പിണറായി വിജയൻ രാജ്ഭവനിലെത്തി കൂടിക്കാഴ്ച നടത്തി. ഗവർണർക്ക് നന്ദി അറിയിച്ച പിണറായിക്ക് ഗവർണർ ആശംസകൾ നേർന്നു. പിണറായി നേരത്തെ രാജിക്കത്ത് നൽകിയിരുന്നു. പ്രത്യേക ദൂതൻ വഴി രാജിക്കത്ത് ലോക് ഭവനിൽ എത്തിക്കുകയായിരുന്നു. നിയമസഭാ ഫലം വന്ന ശേഷം ചേരാനിരുന്ന മന്ത്രിസഭാ യോഗവും വേണ്ടെന്ന് വെച്ചു. മുഖ്യമന്ത്രിയുടെ രാജി സ്വീകരിച്ചതായി ഗവർണർ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. സ്ഥാനമൊഴിയുന്നതോടനുബന്ധിച്ച് അദ്ദേഹം ഗവർണറുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായില്ലെങ്കിൽ ഖദർ കത്തിക്കുമെന്ന കടുത്ത തീരുമാനവുമായി കോഴിക്കോട് നടുവണ്ണൂർ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എം.സി. അനീഷ്. പ്രഖ്യാപനം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് നടപടി. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായില്ലെങ്കിൽ ഖദർ ഷർട്ടുകൾ ഉള്ളിയേരി ബസ് സ്റ്റാൻഡിൽ വെച്ച് കത്തിക്കുമെന്നാണ് പ്രഖ്യാപനം. വി.ഡി. സതീശന് പദവി ലഭിച്ചില്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും എം.സി. അനീഷ് പറഞ്ഞു. നാളെ വി.ഡി. സതീശനെ നേരിൽ കണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് അംഗം കൂടിയാണ് എം.സി. അനീഷ്. നേതാക്കന്മാരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഒതുങ്ങി നിൽക്കുന്നത്. മങ്കട പൂക്കോട്ടൂർ അപകട മരണം. നഷ്ടപരിഹാരത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചു. മങ്കടയിൽ ഇടിമിന്നലേറ്റ സുഹൃത്തുക്കളായ 4 പേരും പൂക്കോട്ടൂരിൽ തോട്ടിൽ വീണ് 2 കുട്ടികൾ മരിച്ച സംഭവത്തിൽ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനായി ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ ജയശ്രീ വാര്യർ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് 4 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായവും ലഭ്യമാക്കുന്നതിനായാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കമ്മീഷണർ റിപ്പോർട്ട് സർക്കാരിലേക്ക് കൈമാറും. തുടർ നടപടികൾ സർക്കാരാണ് സ്വീകരിക്കേണ്ടതെന്ന് ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞു. വീട് നിറയെ പാമ്പുകൾ. തലചായ്ക്കാൻ ഇടമില്ലാതെ കുടുംബം. നേരം സന്ധ്യ മയങ്ങിയാൽ പിന്നെ സ്വന്തം വീട് വിട്ടു പോകേണ്ട അവസ്ഥയിൽ പിടവൂർ മൂലംകോട് രാജേഷ് ഭവനിൽ രാജേഷും 2 പെൺമക്കളും. ഒന്ന് കണ്ണടച്ചിട്ട് ഒരാഴ്ചയിലേറെയായി. മകളെ പാമ്പ് കടിച്ചതിന് പിന്നാലെ വീട്ടിൽ നിരന്തരം പാമ്പിനെ കാണുന്നതാണ് ഇവരുടെ ജീവിതം ദുരിതത്തിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനി കൂടിയായ മകൾ രേവതിക്ക് ഉറങ്ങിക്കിടന്നപ്പോൾ പാമ്പിനെ കടിയേറ്റത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന രേവതി അപകടനില തരണം ചെയ്തെങ്കിലും വീട്ടിൽ പാമ്പിന്റെ ശല്യം വിട്ടുമാറിയിട്ടില്ല.